കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വഴിക്കടവ് എടക്കര പോത്തുകൽ ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് അവസാനിപ്പിച്ചു. നഗരസഭാധ്യക്ഷയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് ബസ് പണിമുടക്ക് അവസാനിപ്പിച്ചത്. സ്വകാര്യ ബസ് ഉടമകൾ, തൊഴിലാളികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ നിലമ്പൂർ നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. മുന്നറിയിപ്പില്ലാതെ ഓട്ടം നിർത്തിയത് യാത്രക്കാരെ വലച്ചിരുന്നു. എന്നാൽ തങ്ങൾ പണിമുടക്ക് നടത്തിയിട്ടില്ലെന്നും ഗതാഗതക്കുരുക്ക് കാരണം വാഹനമോടിക്കാൻ കഴിയാതിരുന്നതിനാൽ വാഹനം നിർത്തിയിടുകയാണ് ചെയ്തതെന്നും തൊഴിലാളികൾ പറഞ്ഞു. നഗരസഭയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ വഴിക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന ചരക്ക് ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾ എടക്കര പാലത്തിന് സമീപമുള്ള കരുളായി റോഡിലൂടെ തിരിച്ചുവിടാൻ ധാരണയായി. ഈ വാഹനങ്ങൾക്ക് കരുളായി വഴി ചന്തക്കുന്നിലെത്താം. ചെറിയ വാഹനങ്ങൾക്ക് കരിമ്പുഴ നിന്ന് പാത്തിപ്പാറ റോഡിലേക്ക് കയറി മുമ്മുള്ളി, ഏനാന്തി, വല്ലപ്പുഴ വഴി ചന്തക്കുന്നിലെത്താം. ഇതിനാവശ്യമായ റൂട്ട് മാപ്പ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കും. ഇത് നിയന്ത്രിക്കുന്നതിനായി എടക്കര പാലത്തിന് സമീപവും കരിമ്പുഴയിലും പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തും. നിലമ്പൂർ ഭാഗത്ത് നിന്ന് വഴിക്കടവ് എടക്കര പോത്തുകൽ ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും KNG റോഡിലൂടെ തന്നെ തടസ്സമില്ലാതെ പോകാം. റോഡിലെ പ്രവൃത്തി പരമാവധി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും ബസ് സ്റ്റാൻഡിൽ ഒന്നിൽ കൂടുതൽ ട്രാക്കുകൾ ഉപയോഗിക്കുന്ന KSRTCയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും തൊഴിലാളികൾ നഗരസഭാധ്യക്ഷയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിഗണിക്കാമെന്ന് അധ്യക്ഷ അറിയിച്ചു. നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് എടക്കര പോത്തുകൽ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് എടക്കര പോത്തുകൽ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ നിലമ്പൂർ ഗവൺമെന്റ് ITIയുടെ മുൻവശം, വെളിയന്തോട് എന്നിവിടങ്ങളിൽ റോഡിലെ കലുങ്ക് നിർമ്മാണ പ്രവൃത്തി കാരണം ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനാൽ സമയത്ത് പോയി വരാൻ കഴിയുന്നില്ലെന്ന് ആരോപിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ ബസ് തൊഴിലാളികൾ ഓട്ടം നിർത്തിയത്. ഇതേ തുടർന്ന് ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ ഏറെ നേരം ബസ്സില്ലാതെ വലഞ്ഞു. രാവിലെ പുറപ്പെട്ട ദീർഘദൂര ഓട്ടം കഴിഞ്ഞ് തിരിച്ചുവരുന്ന ബസ്സുകളും KSRTC ബസ്സുകളുമാണ് കാത്തുനിന്ന യാത്രക്കാർക്ക് തുണയായത്. പ്രശ്നപരിഹാരത്തിനായി വ്യാഴാഴ്ച നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉപാധ്യക്ഷൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, ഷിബു മേരി, സ്മിത മോൾ, ജോയിന്റ് RTO ദിലീപ് കുമാർ, തഹസിൽദാർ V വിനോദ് കുമാർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ C അനീഷ്, ഓവർസിയർ VS ഷിബിൻ, SICP ജാബിർ, നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ, കൌൺസിലർമാരായ ഫ്രാൻസിസ് അമ്പലത്തിങ്കൽ, ഷഫീഖ് മണലോടി, ബസ് ഉടമ അനിൽകുമാർ, തൊഴിലാളികളായ നിയാസ്, ഹംസ, AD കിഷോർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നിലമ്പൂരിൽ മാസങ്ങളായി നടക്കുന്ന കലുങ്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഇവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഉച്ചയ്ക്ക് ശേഷം കുരുക്ക് വലിയ തോതിലാണ് ഉണ്ടാകാറുള്ളത്. വെളിയംതോടിലെ ഗതാഗതക്കുരുക്ക് കാരണം വാഹനങ്ങളുടെ വരി ചന്തക്കുന്ന് വരെ നീണ്ടുപോകാറുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.